ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബബിൾ ടീനെ കുറിച്ച് കേൾക്കുന്നത്. കൂടുതൽ അന്വേഷിച്ച് പറഞ്ഞു ഈ ഒരു ബബിൾ ടീ പല ഫ്ലേവേഴ്സിലും അതുപോലെ തന്നെ ഹോട്ടായിട്ടും കോൾഡായിട്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വന്നു, നമുക്ക് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാബുദാന അല്ലെങ്കിൽ ചവ്വരി അതും അല്ലെങ്കിൽ ടാപ്പിയോക്ക പേഴ്സാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ബബിൾ ടീ എന്നുള്ള പേര് വന്നത്. അത് വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇറങ്ങി തിരിച്ചത്. എന്തായാലും അത് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടു കേട്ടോ. മോളും ഹെൽപ്പ് ചെയ്യാനുണ്ട്, മോളിതാ ഇളക്കാനും പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 2 മണിക്കൂർ കുതിരാനായിട്ട് ഇരിക്കട്ടെ. പിന്നെ 2 മണിക്കൂറിന് ശേഷം ഞാൻ വന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാലും വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടു, നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. നല്ല കടുപ്പത്തിലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇനി അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലും ഇതാ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും ഊറ്റി വെച്ചു. ഇനി നമുക്ക് സാബുദാന നോക്കാം. ഇതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചു. എന്നിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബ്രൗൺ ഷുഗർ എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ സാധാ പഞ്ചസാര. മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാരമലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത ശേഷം നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചായ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതായത് കട്ടൻ ചായ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സാബുദാനയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി അത് നേരെ നമ്മളുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ആ സാബുദാനയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബബിൾ ടീ റെഡി. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ശർക്കരയൊക്കെ കാരമലൈസ് ചെയ്ത് ചേർത്തത് കാരണം കൊണ്ട് അതിൻ്റെ സ്മെല്ലൊന്നും വരണില്ല, അല്ലെങ്കിൽ കുട്ടികൾ കുടിക്കില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.